കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പ് നടന്നു വരുന്നു. ഇതിനിടയ്ക്ക് ഒരു ചോദ്യം ഉയരുന്നുണ്ട്. 29 രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ മോദിയുടെ ഭാരത് റൈസ് ഇപ്പോൾ എവിടെ കിട്ടും? അല്ല, സംഖ്യയുടെ വലിയൊരു പ്രഖ്യാപനമായിരുന്നല്ലോ അത്. അതുകൊണ്ട് ചോദിച്ചതാ. ഭാരത് റൈസും കാണാനില്ല, റൈസിനെ പൊക്കി പിടിച്ച് നടന്ന മാധ്യമങ്ങളെയും കാണാനില്ല. എല്ലാവരും എവിടെ പോയോ എന്തോ. ഇത് പണ്ട് ഗ്യാസിന് സബ്സിഡി ഏർപ്പാടാക്കിയതുപോലെ ആകുമെന്ന് തോന്നുന്നു. എല്ലാവരും ഓടിപ്പോയി ബാങ്കിലൊക്കെ അന്ന് അക്കൗണ്ടൊക്കെ എടുത്തു. സബ്സിഡി തുക കുമിഞ്ഞ് കൂടുമെന്ന് കരുതി. ഒടുക്കം എന്തായി? സബ്സിഡി കിട്ടിയതുമില്ല, ഗ്യാസ് വില കൂടിക്കൊണ്ടുവരുന്നു. സപ്ലൈകോയിൽ 22 രൂപയ്ക്ക് കിട്ടിയിരുന്ന അരി അത് മറിച്ച് ഭാരത് റൈസ് എന്നൊക്കെ പേര് പറഞ്ഞ് 29 രൂപയ്ക്ക് കൊടുക്കുന്നത് കണ്ടപ്പോഴേ വിചാരിച്ചതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ഏതായാലും ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടി മുറയ്ക്ക് നടക്കട്ടെ. ഇതാണ് സംഖ്യകളെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കരുതെന്ന് പറയുന്നത്. എന്തൊക്കെ തള്ളലായിരുന്നു! മോദി ഗ്യാരണ്ടിയുടെ ഭാഗമായി 29 രൂപയ്ക്ക് വിതരണം ചെയ്യുന്ന അരിക്ക് തുമ്പപ്പൂച്ചോറ്. അത്രയ്ക്ക് സ്വാദിഷ്ടമായ ചോറാണ് ഭാരത് അരി എന്ന് പേരിട്ടിരിക്കുന്ന പൊന്നി അരി. കണ്ടാൽ പച്ചരി പോലെ തോന്നുമെങ്കിലും ഈ ഭാരതരി പൊന്നിയരിയാണ്. വേഗം വേവുകയും ചെയ്യും. അതുകൊണ്ട് ഗ്യാസ് ആയാലും വിറകായാലും ഇന്ധനച്ചെലവും തുച്ഛം. കഷ്ടം! ഈ തള്ളിയ സംഖ്യകളൊക്കെ എവിടെ പോയി? പൊതുവിപണിയിൽ കുതിച്ചു വരുന്ന അരിവില നിയന്ത്രിക്കാൻ നിർണായക ഇടപെടലുമായി മോദി സർക്കാർ എത്തിയെന്നാണ് വിളംബരം ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ സാധാരണക്കാരെ പറ്റിക്കാൻ നടത്തിയ നാടകം പൊളിഞ്ഞു പാളീസായി. ഭാരതരി വാങ്ങാൻ റേഷൻ കാർഡ് വേണ്ട, 10 കിലോ വരെ ഒറ്റത്തവണ വാങ്ങാൻ കഴിയും. നാഫെഡ്, നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ, കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റുകൾ തുടങ്ങിയ വഴിയാണ് വിൽപ്പന നടത്തുന്നത്. 5-10 കിലോ പാക്കറ്റുകളിലാകും ലഭിക്കുക. സംസ്ഥാനത്ത് 200 ഔട്ട്ലെറ്റുകൾ NCCF ഉടൻ തുറക്കും. രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൊസൈറ്റികൾ, സ്വകാര്യ സംരംഭകർ ഇവർ മുഖേനയും വിൽപ്പന നടത്തും. ഓൺലൈൻ വ്യാപാര സൗകര്യവും ഒരുക്കും. ഇപ്പം എല്ലാം ഓൺലൈനാണല്ലോ. അങ്ങനെ ഓൺലൈൻ സംവിധാനവും ഉണ്ടാവും. FCIയിൽ നിന്നാണ് അരി ശേഖരിക്കുന്നത് എന്ന് വേണ്ട. ഈ തള്ളലെല്ലാം വെറും തള്ളലാന്ന് അന്നേ അറിയാവുന്നവർ പറഞ്ഞിരുന്നു. മോദിയെ അറിയാവുന്നവർ തന്നെ പറഞ്ഞത്. ഇപ്പോൾ അരി പോയിട്ട് അരിയുടെ പൊടി പോലും കാണാനില്ല. ഇതാണ് മോദിയുടെ ഒരു ഗ്യാരണ്ടി. അടുത്ത ഗ്യാരണ്ടികളും ഇതുപോലൊക്കെ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ പാഴൂർ പടിക്കലൊന്നും പോകണ്ട, കാത്തിരുന്ന് കാണാം. പിന്നെ ഈ തള്ളലൊക്കെ തള്ളിയ സംഖ്യകളെ നിങ്ങൾ ഇവിടെയൊക്കെ തന്നെ കാണണേ.